Psalms 126, verse 1. Praise the Lord. Praise the Lord. പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. It was a miracle, a dream-like miracle. Praise the Lord. It is good to be in the house of the Lord. സ്തോത്രം. ഈ മനോഹരമായ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞ പോലെ PC ജേക്കബ് എന്നാണ്. എൻ്റെ വൈഫ് സാരി ടെസ്റ്റ് മണി പറഞ്ഞല്ലോ. ഞങ്ങളുടെ ബ്രദറാണ് പാസ്റ്റർ PC. PCക്കായി സ്തോത്രം, മോളിക്കായി സ്തോത്രം, ഫില്ലി ഇവിടെ ഉണ്ട്. സ്തോത്രം. ചില ഫെമിലിയർ ഫേസസ് ഒക്കെ ഞാൻ കാണുന്നു. ഐ പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് പാസ്റ്ററെ നേരിട്ട് കാണുന്നത്. But I have listened to your sermons many times. ഒരുപാട് പ്രാവശ്യം സെർമൺസ് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം ഒരു ബ്ലെസ്സിങ് ആണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. സ്തോത്രം. I praise for him and his family. അതുപോലെ പാസ്റ്റർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവരുണ്ട്, മൊഴിമാറ്റം നടത്തുന്നവരുണ്ട്. അത്ര ഈസിയായ ജോബല്ല. ആ സഹോദരിമാർക്കായി സ്തോത്രം. ഒരിക്കൽ ഒരു സഹോദരനും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Pastor M.A. Varghese, I listened to your sermon yesterday. God bless you. എല്ലാ സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം. We always remember you in our prayers. ഞങ്ങൾ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. സ്തോത്രം. കാരണം ഞങ്ങളുടെ സഹോദരൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഈ ചർച്ചിനെ മറക്കാനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. If God willing, we came here on Thursday evening. God willing, we are traveling back tomorrow morning. ഞങ്ങൾക്ക് ദൈവം, God has blessed with 2 boys. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞങ്ങളുടെ പേരൊന്നും ഓർത്തില്ലെങ്കിലും ജസ്റ്റ് ഇവിടെ വന്ന് പോയ പാസ്റ്റർമാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ എളിയവരായി ഞങ്ങളെ കൊണ്ട് ഓർക്കുക. സ്തോത്രം. We have to, നമ്മൾ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കണം. Praise the name of Jesus. It is good to be in the house of the Lord. Nigerian pastors, before they start the sermon, the pastor says like this: God is good. Then the congregation responds all the time. Then the pastor says all the time, God is good. Praise the Lord. We are living in a new normal. We are living in challenging times. Change is happening very fast. കഴിഞ്ഞ 2 വർഷമുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സ്തോത്രം. And when we look back, we have only one thing to say at this time: great is thy faithfulness. ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നു. Praise the name of Jesus. ഈ ഒരു ഇയറിന്റെ ലാസ്റ്റ് ടൈമിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. We can say one thing: Ebenezer. അവൻ ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു. When we look ahead, we can say Jehovah Jireh. അവൻ കരുതുന്നവനായ ദൈവമാണ്. Praise the Lord. Hallelujah. He is an unchanging God. We are living in a changing world. മാറ്റമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മാറാത്ത ഒരുവനുണ്ട്, നസ്രയനായ ശ്രീ യേശു ക്രിസ്തു. Praise the name of Jesus. The virus has completely changed, reshaped the way we view the world and we interact with one another. കണ്ണിൽ കാണുവാൻ കഴിയാത്ത ഒരു കൊച്ചു കുലയാളി ലോകത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്.
ഞങ്ങൾ ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അന്നൊന്നും മാസ്ക് ഇല്ലായിരുന്നു. ഇപ്പൊ എനിക്കും ഒരു മാസ്ക് ഉണ്ട്. Things are changing so fast. But one thing to remember, Jesus is the same yesterday, today, and forever. Our God is a God of our yesterdays. Our God is a God of today. Our God is a God of tomorrows. എൻ്റെ ജീവിതത്തിന്റെ ഇന്നലകളിലെ ദൈവം, പ്രൈസ് ദി ലോർഡ്, അവൻ ഇന്നുകളിൽ എൻ്റെ ദൈവമാണ്, നാളെയും എൻ്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. He is a God of new beginnings and wonderful surprises. Hallelujah. അവൻ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്നവനാണ്. കർത്താവിന് 1 സെക്കൻഡ് മതി അത്ഭുതം ചെയ്യാൻ. എൻ്റെ സഹോദരൻ പറയാറുണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഐ ലവ് ദാറ്റ്. ഒരു ഫ്രാക്ഷൻ മതിയല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് പ്രവർത്തിപ്പാൻ അധികം സമയമൊന്നും വേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഒന്നുകൊണ്ടും നിരാശപ്പെടുവാൻ പാടില്ല. ഞാൻ നിങ്ങളെക്കാളും വലിയ പുള്ളിയൊന്നും അല്ലെന്നേ, ഒരു പച്ച മനുഷ്യനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളെ ബലപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് ശ്രേഷ്ഠനായ ഒരു ദൈവദാസനെ കിട്ടിയവർ ദൈവത്തിന് സ്തോത്രം. വചനം നന്നായി പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനമാണ് നമ്മളെ നിർത്തുന്നത്. In a changing world, we have to remember at least 3 things. 1, our God's love never changes. നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. He has loved me with an everlasting love. നിത്യമായ സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. സ്തോത്രം. I do not change that what God says. മാറ്റമില്ലാത്ത ഒരു ദൈവമുണ്ട്. സ്തോത്രം. രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, the word never changes. ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. It is settled in heaven. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഒരു വചനമാണ്. The third thing, the purpose of my God in my life never changes. Young people, please listen to me carefully. I want to repeat it. The purpose of God in my life is not going to change. You want me to repeat it? The purpose of God in my life is not going to change. His thoughts are higher than my thoughts. His ways are higher than our ways. Hallelujah, glory to God. He has a plan for you to give you a hope and a future. Hallelujah. എൻ്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. സ്തോത്രം. എൻ്റെ കുടുംബത്തിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്. എൻ്റെ തലമുറയുടെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാണ്. സ്തോത്രം. മാറ്റമുള്ള ലോകത്തിൽ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. മാറ്റവും മറിച്ചിലുകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മൾ കടന്നുപോയത്, ലോകം കടന്നുപോയത് ഞാൻ വിവരിക്കേണ്ടല്ലോ. എന്നാൽ മാറ്റമില്ലാത്ത ഒരു ദൈവമുണ്ട്. സ്തോത്രം. He is an unchanging God. Hallelujah. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. നമ്മളെ പറ്റിയുള്ള അവന്റെ പദ്ധതികൾക്കും മാറ്റമില്ല. Praise the name of Jesus. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് വരികയാണ്. Lord brought back the captivity of Zion. The people were in captivity for last 70 years. കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി ജനം ക്യാപ്റ്റിവിറ്റിയിലാണ്. ആ ജനങ്ങള് കഴിഞ്ഞ 70 വർഷം കൊണ്ട് അവർക്ക് പറയുവാൻ കഴിയുന്ന ഒരു സാക്ഷ്യം എന്താണെന്നറിയാമോ? 137 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. By the rivers of Babylon, Euphrates and Tigris, we sat down and we wept. ഞങ്ങൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഇന്നിന്റെ കഥയാ അവിടെ പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏകദേശം ക്രിസ്തുവിന് 500 വർഷം മുമ്പ് സംഭവിച്ച ഒരു കഥയാണെങ്കിലും അത് ഇന്നിന്റെ കഥ കൂടിയാണ്. ഒരു സമൂഹം കടന്നു പോകുന്ന ഒരു ചിത്രമാണ്. Everybody is going through a very difficult time. അവർ ഒരുപാട് കരഞ്ഞു. കരഞ്ഞത് എവിടെയാണെന്ന് അറിയാമോ?
ഒരു നദിയുടെ തീരത്താണ് അവരിന്ന് കരയുന്നത്. നദി എന്തിനെയാ റെപ്രസെന്റ് ചെയ്യുന്ന അറിയാമോ? റിവേഴ്സ് റെപ്രസെന്റ് ടൈം. ഒഴുകുന്ന പുഴയിലെ ഓളമായിട്ട് ഇങ്ങനെ സമയം ഒഴുകിപ്പോവുകയാണ്. ഓരോ ദിവസവും അവർ നോക്കുകയാണ്, ക്ലോക്കിലേക്ക് നോക്കിയാൽ സമയം പോവുകയാണ്. അങ്ങനെ വിലാപത്തോടുകൂടി അവരിരുന്നപ്പോൾ ഒരു ദിവസം ഒരു വാർത്ത വന്നു, ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. പേർഷ്യൻ രാജാവാകുന്ന കോരേശ് ബാബിലോണിനെ ആക്രമിച്ചു. അപ്പോൾ യഹൂദന്മാർക്ക് ഒരു വിടുതൽ പ്രഖ്യാപിച്ചു. ഇറ്റ് ഓൾ ഹാപ്പൻഡ് എ മൊമെന്റ്. പെട്ടെന്നാണത് സംഭവിച്ചത്. സ്തോത്രം, ഹല്ലേലൂയ. എ ഡ്രീം ലൈക്ക് മിറക്കിൾ. അവർ ഒരിക്കൽ പോലും വിചാരിക്കാത്ത ഒരു അത്ഭുതമാണ് നടക്കുവാൻ ഇടയായി തീർന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറില്ലേ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന്. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയാമോ? ഞാൻ ഒരിക്കൽ പോലും ഐ നെവർ തോട്ട് അബൌട്ട്, എൻ്റെ തോട്ട് പ്രോസസ്സിൽ അത് വന്നിട്ടേ ഇല്ല. വേറെ ചിലർ പറയാറുണ്ട്, ഇത് വെറും സ്വപ്നം പോലെയാണ്, ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, the Lord brought back the captivity of Zion. We were like those who dream. Hallelujah. A dream like miracle, like a dream but not a dream. ഞങ്ങൾക്ക് സ്വപ്നമായിട്ട് തോന്നിപ്പോയി, നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇന്ന് പകൽക്കാലം ദൈവപ്രയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ദൂത് കൈമാറുകയാണ്. നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അസാധ്യമെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ഇനി യാതൊരു സാധ്യതകളും ഇല്ലെന്ന് വിചാരിക്കുന്നുണ്ട്. മാനുഷികമായ ചിന്ത കൊണ്ട് യാതൊരു പോസിബിലിറ്റിയും എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുമായി ഇന്ന് പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയിൽ ആശ്രയിച്ചാൽ വിളിച്ചു പറയുന്നു, ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. എവരിതിങ് ഈസ് പോസിബിൾ. ഹല്ലേലൂയ. അവൻ ഒറ്റ നിമിഷം മതി. ഹല്ലേലൂയ. 70 വർഷമായിട്ട് യാതൊരു സാധ്യതകളും വിചാരിച്ചിരുന്ന സന്ദർഭത്തില് സ്വർഗം ഇടപെട്ട് ഒരു ജാതീയ രാജാവിനെ കൊണ്ടുവന്ന് ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വിമോചനം നൽകുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, ഞാൻ നോക്കുമ്പോൾ കാറ്റ് കാണുന്നില്ല, മഴ കാണുന്നില്ല, ഹല്ലേലൂയ, എന്നാ വാരി വെള്ളം കൊണ്ട് നിറയാൻ പോകുകയാണ്. പ്രൈസ് ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല. കാനാവിലെ കല്യാണത്തിൽ അടയാളങ്ങളുടെ ആരംഭമായി തുടങ്ങിയെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. മിറക്കിൾസ് ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹി ഈസ് എ മിറക്കിൾ വർക്കർ, ഹി ഈസ് എ വേ മേക്കർ, ഹി ഈസ് എ പ്രോമിസ് കീപ്പർ, ഹി ഈസ് എ ലൈറ്റ് ഇൻ ദി ഡാർക്ക്നെസ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാൻ എന്നോടാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. Nothing is impossible with him. സമയം പോവുക പാസ്റ്ററെ. എനിക്ക് പാസ്റ്ററെ ബഹുമാനിക്കേണ്ടതായിട്ടുണ്ട്. തന്ന സമയത്തെ കൂടുതൽ എടുക്കാനും ഒക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. ഈ നമ്മളെ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഒരു അപ്പച്ചനെ കാണാം. വളരെ പരിചയമുള്ള ഒരു അപ്പച്ചനാണല്ലോ. അത് മറ്റാരുമല്ല, യാക്കോബ്. യാക്കോബിന്റെ കഥ അറിയാൻ വയ്യാത്തവർ, യു നോ ദ സ്റ്റോറി ഓഫ് ജേക്കബ്, Abraham, Isaac and Jacob. ഈ ജേക്കബ് ഈസ് നൗ 130 years. യാക്കോബിന് ഇപ്പൊ 130 വയസ്സായി. യാക്കോബിന്റെ ചരിത്രം പഠിച്ചാൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയവനാണ്. ഒരു കൊച്ചു മിടുക്കനായിരുന്നു. Now he is 130 years. ഈ 130 വയസ്സായപ്പോൾ സീനിയർ സിറ്റിസൺ ആയിരിക്കുന്ന ജേക്കബിന് വലിയൊരു ദുഃഖമുണ്ട്. I lost my favorite wife. എൻ്റെ ഇഷ്ട ഭാര്യയെ നഷ്ടപ്പെട്ടു. ഏറ്റവും സ്നേഹിച്ച മകനെ തനിക്ക് നഷ്ടമായി. യാക്കോബ് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ഡിപ്രഷന്റെ സിമ്പൽ ആണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. എന്താ യാക്കോബ് പറയുന്ന അറിയാമോ? യാക്കോബ് പറയുകയാണ്, മൈ സൺ ജോസഫ് ഈസ് ഡെഡ്. സെക്കൻഡ് തിങ് ഹി സേസ്, ഐ വിൽ ഡൈ. ഞാൻ മരിക്കും. തേർഡ് തിങ് ഹി സേസ്, I will go down to the grave. ഞാൻ പാതാളത്തിലേക്ക് പോകും. He lost his son 13 years ago. 13 വർഷമായി പുത്രദുഃഖം അനുഭവിക്കുന്ന ഒരു പിതാവിന്റെ ചിത്രം ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്.
17ാമത്തെ വയസ്സിലാണ് ആ മകൻ തനിക്ക് നഷ്ടമായത്. കഴിഞ്ഞ 13 വർഷമായിട്ട് താൻ ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഇങ്ങനെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ അപ്പച്ചന്റെ മുമ്പിൽ എന്തെന്നറിയാമോ? ഒരു ദിവസം ഒരു രഥം വന്നു നിന്നു. Praise the Lord. The wagon comes in front of him. He cannot believe his eyes. സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഒരിക്കലും താൻ അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? മൈ സൺ ഈസ് ഡെഡ് എന്ന് പറഞ്ഞ യാക്കോബ് പറയുകയാണ്, മൈ സൺ ഈസ് അലൈവ്. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ഹി സേസ്, ഐ വിൽ നോട്ട് ഡൈ. ഞാൻ മരിക്കത്തില്ല. ഐ വിൽ ഗോ ഡൗൺ ടു ഈജിപ്റ്റ്. ഞാൻ ഈജിപ്തിലേക്ക് പോകും. God has a plan for his life. Hallelujah. നമ്മൾ പലപ്പോഴും നമ്മുടെ കണക്കൂട്ടലുകളിലൂടെയാണ് പോകുന്നത്. Next 17 years he was with his son Joseph, and he blessed his children and children's children. ദൈവത്തിന് സഹോദരി സഹോദരന്മാരെ, ലോകം നിശ്ചയിക്കുന്നതല്ല, ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. ലോകം വെക്കുന്ന ചില അതിരുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഇത്രയുമേ പോകാൻ കഴിയത്തുള്ളൂ എന്ന് ലോകം പറയും. എന്നാൽ ചെകുത്താൻ നമ്മളെ ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്ന വാദങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിനൊരു പരിപാടിയുണ്ട്. യാക്കോബ് പറയുന്നതെന്നറിയാമോ? ഞാൻ ഒരിക്കൽ പോലും നിന്റെ മുഖം ഞാൻ കാണുമെന്ന് വിചാരിച്ചില്ല. ഫാമിലി റിയൂണിയൻ നടക്കുകയാണ്. ഹി reunited with his son, and there is a family reunion, and he says, ഞാൻ ഇങ്ങനെ നിന്റെ മുഖം കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരിക്കലും വിചാരിക്കാത്ത ചില വിഷയങ്ങളുടെ മറുപടി 2021 വരുമെന്ന് വിളിച്ചു പറയുവാൻ ആത്മനിയോഗത്തിൽ ഞാൻ നിർബന്ധിതനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഇനി അധികം ദിവസങ്ങളൂടെ ഇല്ലല്ലോ സഹോദര എന്ന് പറയും. സാരമില്ല, ദൈവത്തിന് ഒരു നിമിഷം മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറയാം കേട്ടോ. പക്ഷേ ഫ്യൂ മിനിറ്റ്സ് എടുക്കും. സോറി ഫോർ ദാറ്റ്. എക്സ്ക്യൂസ് മീ. പത്രോസ് ഇപ്പോൾ കാരാഗ്രഹത്തിലാണ് കിടക്കുന്നത്. ആക്ട്സ് 12 ഒരു സംഭവമാണ് കാണുന്നത് കേട്ടോ. പീറ്റർ വാസ് ഇൻ പ്രിസൺ, ബട്ട് കോൺസ്റ്റന്റ് പ്രയർ വാസ് ഓഫേർഡ് ടു ഗോഡ് ഫോർ ഹിം ബൈ ദ ചർച്ച്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രയോഗം അവിടുന്ന്. കോൺസ്റ്റന്റ് പ്രയർ വാസ് ഓഫേർഡ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒറ്റയ്ക്കങ്ങ് ജീവിച്ചു കളയാമെന്ന് ആരും ചിന്തിക്കരുത്. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെയാ പറയുന്നത് കേട്ടോ. സ്തോത്രം. നമുക്കൊരു പ്രയർ സപ്പോർട്ട് എപ്പോഴും നല്ലതാ കേട്ടോ. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് വേണ്ടി ദൂരെ ഒരു പകൽ ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രേയിങ് ചർച്ചായിരുന്നു അത്. 1-ാം നൂറ്റാണ്ടിലെ സഭ. എന്താ സംഭവിച്ചെന്നറിയാമോ? നൗ പീറ്റർ ഈസ് ഇൻ പ്രിസൺ. ജീവിതത്തിന്റെ തടവറയിൽ കിടക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഇരിക്കുന്ന ആരും ജയിലൊന്നുമല്ലല്ലോ. എന്നാൽ നമ്മളും ചില അവസരങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പ്രിസണിന്റെ അനുഭവം, തടവറയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. വാർദ്ധക്യത്തിന്റെ തടവറ, പോരിന്റെ തടവറ, ഈ പാൻഡമിക് പോലും നമുക്ക് തടവറയല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്തോത്രം. പരാജയത്തിന്റെ, പരിഹാസത്തിന്റെ, തല ഉയർത്തുവാൻ കഴിയാത്ത ഭാവിയുടെ എല്ലാം പ്രിസണിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമാണ്. പക്ഷേ കോൺസ്റ്റന്റ് പ്രയർ വാസ് ഓഫേർഡ് ബൈ ദ ചർച്ച്. വാട്ട് ഹാപ്പൻഡ്? നൗ ഏഞ്ചൽ അപ്പിയർഡ്. ഐ എം ഗോയിങ് ടു ടെൽ ദിസ് ലോങ് സ്റ്റോറി ഷോർട്ട്. ആൻഡ് നൗ ഏഞ്ചൽ ഇങ്ങോട്ട് വന്നിട്ട് പുള്ളിക്ക് ഒരു തട്ട് കൊടുത്തന്നേ. എന്ന് വെച്ചാൽ പുള്ളി കൂർക്കം വലിച്ചുറങ്ങുകയായിരുന്നു. ഒരു വാച്ച് നൈറ്റ് സർവീസ് ഉറക്കളിച്ചിരുന്ന് ഒരു കൂട്ടം ആൾക്കാർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പത്രോസിന് ഉറക്കം കൊടുത്തു. അനേക ജീവിതങ്ങൾക്ക് ഉറക്കം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. നമ്മൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂരെ അവൻ സമാധാനം നൽകുന്നവനാണ്.
ചില ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവര്, ദൂരെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങള്, സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം അവര് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ ഉറക്കളിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിന് നല്ല ഉറക്കം കിട്ടി. എന്നിട്ട് പത്രോസ് ഇപ്പൊ ദൂതന്റെ കൂടെ നടക്കുകയാണ്, സ്ലീപ്പ് വാക്ക് ആണ്. ഹല്ലേലൂയ. എന്നിട്ട് പത്രോസ് ചിന്തിക്കുന്നറിയാം, ഹി തോട്ട് ഹി വാസ് സീയിങ് എ വിഷൻ. കിനാവ് കാണുന്നത് പോലെയാണ്, കിനാവ് കാണുന്ന പോലെ അവന് തോന്നി. എന്താ പറയാ, ഏകദേശം 1.5 മൈൽ അല്ല, ഒരു 3 മൈലോളം ഈ ദൂതന്റെ കൂടെ പുള്ളി പോയി. എന്നാൽ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്ന വേറെ മനോഹരമായ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആൻഡ് the iron gate was also opened for him. ജീവിതത്തിലെ ചില അയൺ ഗേറ്റ്സുകളുണ്ട്, ആർക്കും തുറക്കുവാൻ കഴിയാത്ത ചില അയൺ ഗേറ്റ്സ്, ഇരുമ്പ് വാതിലുകൾ. അസാധ്യതകളുടെ ഇരുമ്പ് വാതിൽ പോലും അവന് വേണ്ടി തുറന്നു കൊടുത്തു. ആ നാട്ടിലെ ഒരു സിറ്റി മേയറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നും ഇടപെട്ടില്ല. എന്നാൽ ദൂതൻ ഇടപെട്ടു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മേരിയുടെ വീട്ടിൽ നിൽക്കുകയാണ്. മേരിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവര് പറയുന്നത് ഞങ്ങളെന്നറിയാമോ, സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന് അവര് പറയുന്നു. പത്രോസ് പറയുന്നത് ഞാൻ സ്വപ്നം കാണുന്നവരെ പോലെ എന്ന് പറയുന്നു. ഈ സഹോദരി, അവിടെ മേരിയുടെ വീട്ടിലെ ആൾക്കാർ പറയുന്നത് ഞങ്ങളിങ്ങനെ സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ചിന്തിച്ചില്ല ഇങ്ങനെ വരുമെന്ന്. കാരണം ഒരു സിറ്റി മേയറുടെയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെയോ ആരുടെയും ഹെൽപ്പില്ലാതെ ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങി വരുവാൻ സാധ്യമല്ല. ആർക്കും സഹായിക്കാൻ കഴിയാത്ത രാവുകളിൽ, ഹല്ലേലൂയ, കടന്നു വരുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു ഡ്രീം ലൈക്ക് മിറക്കിൾ ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ഈ വർഷം തീരുന്നതിന് മുൻപായിട്ട് അല്ല, വാച്ച് നൈറ്റ് സർവീസിൽ, ഹല്ലേലൂയ, ചില സഹോദരന്മാര്, ചില സഹോദരിമാര് പ്രൈസ് റിപ്പോർട്ട് പറയാൻ പോവുകയാണ്. പ്രൈസ്. എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഈ വർഷം തീരുന്നതിന് മുൻപായി, I am not talking about 2022, I am talking about 2021. ഈ വർഷം തീരുന്നതിന് മുമ്പായിട്ട്, ഈ ആരാധന കഴിയുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ, ദൈവത്തിന്റെ ചില മറുപടികൾ കാണുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഡ്രീം ലൈക്ക് മിറക്കിൾ. ഹല്ലേലൂയ. സ്വപ്നം കാണുന്നത് പോലെയുള്ള ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് വചനങ്ങളിൽ എല്ലാവരെയും ആശീർവദിക്കട്ടെ. ദൈവ സഭയെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് താമസമാണെങ്കിൽ അടുത്ത പ്രാവശ്യം കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ഇതിനേക്കാളും സന്തോഷമുള്ളവരായി കാണുവാൻ എല്ലാവർക്കും ഇടയാക്കട്ടെ. അന്നേരം കടന്നു വന്നിട്ട് പറയാൻ, ബ്രദറെ അന്ന് പറഞ്ഞ അത് പറഞ്ഞു, ബ്രദറിന്റെ ദൂതല്ലല്ലോ, ബ്രദറിന്റെ വാക്കുകളല്ലല്ലോ, ആ ദൈവവചനത്തിൽ പറഞ്ഞതല്ലേ, ദൈവം എനിക്കൊരു നന്മയെന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.